ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗൃഹാങ്കണ രാമായണ പാരായണം 10-ാം ദിവസം. ശ്രീരാമചന്ദ്രൻ സീതാലക്ഷ്മണ സഹിതം ചിത്രകൂടത്തിൽ കഴിഞ്ഞു വരവേ നമുക്കൊന്ന് അയോധ്യയിലേക്ക് പോവാം. ശ്രീരാമാദികളെ വനത്തിൽ വിട്ട് സുമന്ത്രർ അയോധ്യയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അതീവ ദുഃഖിതനായ അദ്ദേഹം തേര് കൊട്ടാരത്തിന് പുറത്ത് നിർത്തി ഇറ്റിറ്റ് വീഴുന്ന കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് മുഖം ദശരഥ മഹാരാജാവ് കാണാത്ത വിധം ഉത്തരീയം കൊണ്ട് ഒരുവിധം മറച്ചു പിടിച്ച് കൗസല്യാദേവിയുടെ അന്തഃപുരത്തിൽ എത്തുകയാണ്. മഹാരാജാവിനെ ദർശിക്കുകയാണ്. ശയ്യയിലായിപ്പോയിട്ടുള്ള മഹാരാജാവ് തൻ്റെ മക്കളുടെ വിവരം സുമന്ത്രരോട് ആരായുകയാണ്. മഹാരാജാവേ, അങ്ങയുടെ ആജ്ഞപ്രകാരം ഞാൻ രാമനെയും സീതയെയും ലക്ഷ്മണനെയും തേരിലേറ്റിക്കൊണ്ട് വനത്തിൽ എത്തിക്കുകയായിരുന്നു. ശൃംഗിവേരപുരത്തിലെത്തിയപ്പോൾ അവിടുത്തെ രാജാവായ ഗുഹൻ വന്നു ചേർന്നു. അവൻ കൊണ്ടുവന്ന വടക്ഷീരം കൊണ്ട് കുമാരന്മാർ ജട പിടിപ്പിച്ചു. അനന്തരം അവർ ഗുഹനോടുകൂടവേ ഗംഗാനദി കടക്കുവാൻ തുടങ്ങി. അപ്പോൾ അങ്ങയോടും മാതാവിനോടും ആരോഗ്യം പരിപാലിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുവാൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. 14 വർഷം കഴിയുന്ന ഉടനെ തന്നെ അയോധ്യയിൽ തിരിച്ചു വന്ന് എല്ലാവരോടും ചേർന്ന് സസന്തോഷം കഴിയാമെന്നും പ്രത്യേകം പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാമാദികൾ ഗുഹനോടൊത്ത് തോണിയേറിപ്പോവുമ്പോൾ അടിയൻ പ്രാണവേദനയോടെ നിന്നുപോയി. തോണി മറുകരയിലെത്തുന്നത് വരെയും ജീവച്ഛവം പോലെ ഞാൻ നോക്കി നിന്നു. എൻ്റെ ബോധം തന്നെ മറഞ്ഞുപോയി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരുവിധം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. മക്കളെക്കുറിച്ചുള്ള ചിന്ത ദശരഥ മഹാരാജാവിനെ തീർത്തും അസ്വസ്ഥനാക്കിയിരിക്കുന്നു. അദ്ദേഹം നിയന്ത്രണ വിധേയമല്ലാതെ പലതും പറഞ്ഞ് കരയുവാൻ തുടങ്ങുകയാണ്. അതിനിടയിൽ ഇതിനൊക്കെ കാരണക്കാരനായ ദശരഥ മഹാരാജാവിനെ കുറിച്ച് കൗസല്യാദേവി വല്ലാതെ പറഞ്ഞുപോയി. അതോടെ മഹാരാജാവിൻ്റെ ദുഃഖം വർദ്ധിക്കുകയും സ്വയം തന്നെ വെറുക്കുകയുമായി. തൻ്റെ മരണസമയം സമാഗതമായതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ചിലതെല്ലാം തുറന്നു പറയാൻ ഉൾവിളിയുണ്ടായി. അപ്പോൾ തൻ്റെ അന്ത്യത്തിന് കാരണമായേക്കാവുന്ന ഒരു സംഭവം കൗസല്യാദേവിയോട് പറയുകയാണ്. നമുക്ക് ഇങ്ങനെ കേൾക്കാം. നായാട്ടിന് അതീവ കമ്പമുണ്ടായിരുന്ന ഞാൻ അമ്പും വില്ലുമായി അർദ്ധരാത്രി ഒരു കാട്ടിൽ പുഴയോരത്ത് പതുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ ആന വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ശബ്ദവേദി എന്ന അസ്ത്രം പ്രയോഗിച്ചു. അസ്ത്രം ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ ഒരു ബാലൻ്റെ കരച്ചിലാണ് കേട്ടത്. ഉടനെ ഞാൻ അവിടെ ഓടിച്ചെന്നു. അമ്പേറ്റ് കിടക്കുന്ന ബാലൻ പ്രാണവേദനയോടെ പുളയുകയാണ്. അന്ധരായ അവൻ്റെ മാതാപിതാക്കൾ രാത്രി ദാഹിച്ചു വലഞ്ഞപ്പോൾ അവർക്ക് വെള്ളമെടുക്കാൻ വന്നിരിക്കുകയായിരുന്നു ആ ബാലൻ. അബദ്ധം പറ്റിപ്പോയ ഞാൻ അവൻ്റെ കാൽക്കൽ വീണ് മാപ്പിരന്നു. അവൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ശരം വലിച്ചൂരി. ബാലകൻ്റെ ശരീരം ഞാൻ തടവിക്കൊണ്ടിരിക്കവേ അവൻ ജീവൻ വെടിയുകയും ചെയ്തു.
മരണത്തിന് കീഴടങ്ങും മുമ്പേ അവൻ പറഞ്ഞതനുസരിച്ച് വെള്ളവുമായി ഞാൻ അന്ധതാപസന്മാരുടെ ആശ്രമത്തിലെത്തി. എൻ്റെ പാദവിന്യാസ ശബ്ദം കേട്ട് മകൻ്റെ വരവാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ വൃദ്ധ താപസന്മാർ പറയുകയാണ്, എന്താ മകനെ ഇത്ര വൈകുവാൻ കാരണം? അത് കേട്ട് ഞാൻ പതുക്കെ പറഞ്ഞു, ഇത് നിങ്ങളുടെ മകനല്ല താപസന്മാരെ, അയോധ്യയിലെ രാജാവായിട്ടുള്ള ദശരഥനാണ് ഞാൻ. മാത്രവുമല്ല, തനിക്ക് പറ്റിയ അബദ്ധവും ദശരഥ മഹാരാജാവ് അവരോട് തുറന്നു പറയുകയാണ്. മകൻ്റെ വിയോഗം ആ വൃദ്ധ ദമ്പതികളെ പൂർവാധികം തളർത്തിക്കളഞ്ഞു. ദുഃഖഭാരത്താൽ വീർപ്പുമുട്ടിയ അവരുടെ ആവശ്യപ്രകാരം ഞാൻ അവരെ ബാലകൻ്റെ ഭൗതിക ദേഹം കിടക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോയി. അന്ധരായ ആ ദമ്പതിമാർ തനയ ശരീരം തൊട്ട് തലോടി പലതും പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് അവർ വീണ്ടും ദുഃഖാഗ്നിയിൽ മുഴുകിച്ചേരുകയാണ്. ഒടുവിൽ തനയൻ്റെ ഭൗതിക ശരീരം മറവു ചെയ്യാൻ അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ നല്ലൊരു ചിത കൂട്ടി. എല്ലാവിധ ആദരവോടും ബാലകൻ്റെ ഭൗതിക ശരീരം അഗ്നിക്ക് സമർപ്പിക്കുന്ന വേളയിൽ ആ മുനി ദമ്പതിമാർ പുത്രനോടൊപ്പം ചിതയിൽ പ്രവേശിച്ച് എരിഞ്ഞു തുടങ്ങി. രാജാവെ, അങ്ങും പുത്രശോകത്താൽ മരിക്കട്ടെ എന്ന് ശപിച്ചുകൊണ്ടാണ് അവർ അഗ്നിപ്രവേശം നടത്തിയിട്ടുള്ളത്. അവരുടെ ശാപം ബലവത്താവാനുള്ള സമയം എത്തിയിരിക്കുന്നു. തന്നിൽ നിന്ന് വേർപിട്ട് വനത്തിലേക്ക് പോയ മക്കളെയോർത്ത് ദുഃഖിച്ച് ദുഃഖിച്ച് രാജാ ദശരഥൻ ഇഹലോകവാസം വെടിയുകയാണ്. രാജാവിൻ്റെ ദേഹവിയോഗ വാർത്തയറിഞ്ഞ അന്തഃപുരവാസികൾ വാവിട്ട് കരയുകയാണ്. വിവരമറിഞ്ഞ് വസിഷ്ഠരും സുമന്ത്രരും മറ്റ് മന്ത്രിമാരും അന്തഃപുരത്തിലെത്തി. രാജാവിൻ്റെ ഭൗതിക ദേഹം കേടുവരാതിരിക്കുവാൻ എണ്ണത്തോണിയിലേക്ക് മാറ്റുകയാണ്. ഭരതനെയും ശത്രുഘ്നനെയും വിളിച്ചു വരുത്തുവാൻ ദൂതന്മാർ കേകയ രാജ്യത്തിലേക്ക് പോവുകയാണ്. വിവരമറിഞ്ഞ രാജകുമാരന്മാർ നാട്ടിലേക്ക് തിരിച്ചു. തിക്കും തിരക്കും ബഹളവും ഒഴിഞ്ഞ് തേജോവിഹീനമായ അയോധ്യ സത്യത്തിൽ ആ കുമാരന്മാരെ ഭയചകിതരാക്കി. ഭരതൻ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വിവരങ്ങൾ ആരായുകയാണ്. അമ്മയിൽ നിന്നും വിവരമറിഞ്ഞ ഭരതൻ പൊട്ടിക്കരഞ്ഞു. മാത്രമല്ല, താതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിലായിരുന്നുവെന്നും രാമന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട അഭിഷേകം മുടങ്ങിയെന്നും അതിന് കാരണക്കാരി തൻ്റെ അമ്മയാണെന്നും അറിഞ്ഞ ഭരതൻ പൊട്ടിത്തെറിച്ചു. ദുഃഖവും രോഷവും നിറഞ്ഞ ഹൃദയവുമായി അവൻ അമ്മയോട് കയർക്കുകയാണ്. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർദ്ധയേ ദുഷ്ടേ നിശാചരി, നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ. നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്ന് വന്യയിൽ വീണു മരിപ്പവൻ, അല്ലായെങ്കിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ, ഇല്ലോരു സംശയം ദുഷ്ടേ ഭയങ്കരീ. ഇങ്ങനെയൊക്കെ ദുഃഖിച്ചും ഗർജിച്ചും സമനില തെറ്റിയ ഭരതൻ കൗസല്യാമാതാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ്. തൻ്റെ അമ്മയുടെ ദുഷ്ചെയ്തികൾക്ക് അവരോട് മാപ്പിരക്കുകയാണ്. ആ അമ്മ ഭരതനെ പിടിച്ച് മടിയിലിരുത്തി സമാശ്വസിപ്പിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം ഇറ്റിറ്റ് വീഴുന്ന കണ്ണുനീർ തുടച്ച് തുടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സമാശ്വസിപ്പിക്കാൻ തുടങ്ങുകയാണ്. രംഗം കണ്ട് അന്തഃപുരവാസികൾ വാവിട്ടു കരഞ്ഞുപോയി. ശബ്ദം കേട്ട് കേട്ട് വസിഷ്ഠരും അവിടെ എത്തി. ഭരതനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു.
രാജാധിപനും വീരാധിവീരനുമായ ദശരഥ മഹാരാജാവ് മർത്യസുഖങ്ങളെല്ലാം വേണ്ട പോലെ അനുഭവിച്ച ശേഷം ഇപ്പോൾ ദേഹം വെടിഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, ദേവേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സിംഹാസനം പാതി ദശരഥ മഹാരാജാവിനായി സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ പിതാവിൻ്റെ മകനായ നീ ഇങ്ങനെ മുഖവും താഴ്ത്തി ശോകത്തിൽ മുഴുകി ഇതികർത്തവ്യാമൂഢിതനായിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അത് പരേതാത്മാവിന് സ്വാസ്ഥ്യം നൽകുകയുമില്ല. അതുകൊണ്ട് സാഹചര്യങ്ങളുടെയും വിധിയുടെയും ഫലമായി നിന്നിൽ വന്നു ചേർന്നിരിക്കുന്ന കർമ്മം നീ ഉടൻ ഏറ്റെടുക്കേണ്ടതാണ്. അയോധ്യ അരാജകമാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഇപ്പോൾ സ്വർലോകം അലങ്കരിക്കുന്ന നിന്റെ പിതാവിൻ്റെ യശസ്സിന് അത് കളങ്കമായി തീരും. അഭിഷേകകർമ്മം വിഘ്നപ്പെടാൻ ഇടയായ വേളയിൽ നിന്റെ അമ്മയുടെ കൊട്ടാരത്തിൽ വെച്ച് നിന്റെ ഏട്ടൻ പുത്രധർമ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇതാ ഞാൻ നിന്നെ ഇപ്പോൾ അറിയിക്കുകയാണ്. താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ, പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും. ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലെ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ, പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനം, ഇത്തമെല്ലാം പരിജ്ഞാതം മയാധുനാ. മാത്രവുമല്ല ഭരത, കമ്പിതപത്രാഗ്രലഗ്നാംബുബിന്ദുവൽ സമ്പതിച്ചിടുമായുസ്സതി നശ്വരം, പ്രാക്തനാദേഹസ്ഥ കർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരപി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണമുപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിന് മൂലമീ കർമ്മഭേദങ്ങളെന്നറിക നീ. അല്ലയോ ഭരതകുമാര, ഇളകിക്കൊണ്ടിരിക്കുന്ന ഇലയുടെ തുമ്പിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന വെള്ളത്തുള്ളികൾ പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. അത് ഏത് നിമിഷവും നിലം പതിച്ചേക്കാം. മുൻജന്മ കർമ്മഫലമനുസരിച്ച് ജീവൻ വീണ്ടും ശരീരം സ്വീകരിക്കുന്നതാണ്. നമ്മൾ കേടായ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ഭംഗിയുള്ള പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ ആത്മാവ് ജീർണിച്ച ശരീരം ഉപേക്ഷിച്ച് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നു. ആയതിനാൽ ജനന മരണാദികളില്ലാത്ത ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് നീ സകല ദുഃഖങ്ങളിൽ നിന്നും മോചിതനാവുക. നിന്നിൽ വന്നു ചേർന്നിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുക. ഗുരുവിൻ്റെ ഉപദേശങ്ങൾ ശ്രവിച്ച് മനം തെളിഞ്ഞ ഭരതകുമാരൻ പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങളിലേക്ക് പ്രവേശിച്ചു. എല്ലാവിധ പ്രൗഢിയോടും മോടിയോടും ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി അഗ്നിഹോത്രിയെ അഗ്നിഹോത്രാഗ്നിയിൽ സംസ്കരിക്കുന്നത് പോലെ മഹാരാജാവിൻ്റെ ഭൗതികദേഹം ദഹിപ്പിച്ചു. 12-ാം ദിവസം പിതൃബലി, സപിണ്ഡി അടിയന്തരം, ദാനധർമാദികൾ എന്നിവയെല്ലാം യഥാവിധി നടത്തി ഭരതാദികൾ വിശുദ്ധരായി തീർന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. വസിഷ്ഠമുനി ഭരതനെ സഭാമന്ദിരത്തിലേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ഭരതനോട് പറയുകയാണ്, ഭരതകുമാര, യുവരാജപട്ടം ഏറ്റെടുക്കുവാൻ നീ ബാധ്യസ്ഥനായിരിക്കുന്നു. അതുകൊണ്ട് അത് നീ സ്വീകരിക്കുക തന്നെ വേണം. പക്ഷേ ഭരതകുമാരൻ്റെ മനസ്സിൽ മറ്റൊരാശയം രൂപപ്പെട്ടു വന്ന സമയമായിരുന്നു അത്. ഭരതകുമാരൻ്റെ മനസ്സിനെ മാറ്റിമറിച്ചിട്ടുള്ള ആ നവ ആശയം എന്താണെന്ന്
അടുത്ത ദിവസം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.